ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോത്തിനോട് കൂടെ തുടങ്ങുന്നത് എന്നാണ്. എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ തരുന്ന സ്നേഹവും സഹകരണവും തുടർന്നും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 മണി 5:30 കൂടിയിട്ടാണ് ഒരു ദിവസം നമ്മൾ തുടങ്ങുക. അത് 5 മണിക്ക് ഞാൻ ഇവനെ 5 മണി 5:30-ക്കുള്ളിൽ ഞാൻ ഇവനെ നമ്മുടെ ഈ പാടത്ത് കൊണ്ടുവന്ന് കെട്ടി നമ്മുടെ പ്രഭാത കർത്തവ്യങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡ്യൂട്ടിക്ക് പോകും. അതിനിടയിൽ ഒരു 10 മണി 10:30 കൂടി വൈഫോ അല്ലെങ്കിൽ പിള്ളേരോ അല്ലെങ്കിൽ ഞാനോ 90% പിള്ളേരും വൈഫും ആയിരിക്കും അവന് കഞ്ഞിവെള്ളം എടുത്തു കൊടുക്കുക. ബാക്കി അവർക്ക് പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ അവരുടെ സഹകരണം കൂടിയിട്ടാണ് നമ്മളൊരു പോത്ത് വളർത്തൽ ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇരിക്കുന്നത്. അതിന് കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മുടെ അയലക്കത്ത് 1-2 വീട്ടിലെ കഞ്ഞിവെള്ളം നമ്മൾ പറഞ്ഞ് അവരുടെ സഹകരണത്തിൽ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കും. അത് വൈഫ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പാടത്ത് ആണ് അവന്റെ വിഹാര കേന്ദ്രം. ഇത് മാത്രമല്ല 1-2 സ്ഥലങ്ങൾ വേറെയുണ്ട്. അതാണ് അവരുടെ വിഹാര കേന്ദ്രം. അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 മണിയോട് കൂടി ഞാൻ അവനെ കെട്ടഴിച്ച് നമ്മുടെ റോഡ് സൈഡിലുള്ള പുല്ലുകളും കാര്യങ്ങളൊക്കെ തീറ്റിച്ച് അവന്റെ വയറ് ഫുള്ളാവും. പിന്നെ ഇതൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പോത്ത് വളർത്തലിലേക്ക് ഇറങ്ങുന്നവരാരും വൈറ്റ് കോളർ ജോബാന്ന് വിചാരിച്ചിട്ട് ഇരട്ടി ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇറങ്ങണ്ട. ഇതൊരു വൈറ്റ് കോളർ ജോബല്ല. നമ്മുടെ സൈഡ് ബിസിനസ് ആയിട്ട് കണ്ടാൽ മതി. നമുക്ക് ചെളിയിലും മണ്ണിലും പണിയെടുക്കാൻ തയ്യാറുള്ളവർ മാത്രം, അതായത് ഒരു കർഷകനെ പോലെ തയ്യാറുള്ളവർ മാത്രം ഇതില് ലാഭം പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിയാൽ മതി. അല്ലാത്തവർ ആരും ഇതിലേക്ക് ഇറങ്ങണ്ട. അവർക്ക് 1 രൂപയുടെ ഉപകാരം പോലും ഉണ്ടാവില്ല. ഒരാളെ ജോലിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പോത്തിനെ വളർത്താമെന്ന് വിചാരിച്ചിട്ട് വലിയ ലാഭം കൊയ്യാന്ന് വിചാരിച്ചിട്ട് പോത്ത് കൃഷിയിലേക്ക് ആരും വരണ്ട. ആർക്കും അങ്ങനെ വരുന്നവർക്ക് ആർക്കും ഇതിന് 1 രൂപ പോലും ലാഭം ഉണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടി. നമുക്ക് അങ്ങനെ ലാഭം കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതങ്ങനെ ആയിരിക്കില്ല. വേറെ ഏതെങ്കിലും സോഴ്സിലായിരിക്കും അവർക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവുക. പോത്ത് കൃഷി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ മണ്ണിലോ ചെളിയിലോ പുല്ലിലോ കാട്ടിലോ നടന്ന് പണിയെടുക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമാണ് സ്വയം ലാഭം കിട്ടുള്ളൂ. അല്ലാത്ത രീതിയിൽ ഒരിക്കലും ലാഭം കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കൃഷിയാണ് പോത്ത് കൃഷി. നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഒരു പോത്തിനെ വാങ്ങിച്ചിട്ട് 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കാം, 3 ലക്ഷം രൂപയ്ക്ക് വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ലാഭം നമുക്ക് പോത്ത് കൃഷിയിൽ നിന്ന് ഉണ്ടാവാൻ 90% ലാഭം ഉണ്ടാവാൻ സാധ്യതയില്ല. അത് എനിക്കറിയില്ല അവർക്ക് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ എങ്ങനെ ലാഭം കിട്ടണേന്നുള്ളത്. മാക്സിമം ഒരു പോത്തിൽ നിന്ന് നമുക്കൊരു 90-95 രൂപയൊക്കെയാണ്. നമ്മുടെ ഈ മൂറ ടൈപ്പ് പോത്തൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 80-90 ആ റേഞ്ചിലൊക്കെയാണ് ഒരു പോത്തിന് നമുക്ക് ലാഭം കിട്ടുള്ളൂ. അല്ലാണ്ട് ഇവര് പറയുന്ന പോലെ 2 ലക്ഷം 3 ലക്ഷം രൂപയൊന്നും ഒരിക്കലും ഈ മുറ ടൈപ്പ് പോത്ത്, അങ്ങനത്തെ മുറ ടൈപ്പാണ് ഇപ്പൊ കേരളത്തില് ഏറ്റവും വലുതാവുന്ന ഒരു പോത്തായിട്ട് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആയിട്ട് കാണാനുള്ളത്. അപ്പൊ ആ റേഞ്ചിലുള്ള പോത്തുകൾ മേടിച്ചിട്ട് പോലും ആർക്കും ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടിയതായിട്ട് ലൈവ് എനിക്കറിയില്ല. വീഡിയോസിലൊക്കെ പലരും പറയുന്നുണ്ട് 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ. ശരാശരി ഒരു 60-90 ആ റേഞ്ചിലുള്ള ഒരു റേഞ്ച് നമുക്കൊരു പോത്ത് കൃഷിയിൽ നിന്ന് ഒരു പോത്തിനെ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വർഷം 2 വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും. പോത്ത് എന്ന് പറയുന്ന ജീവി വളരെ സ്നേഹമുള്ളതാണെന്നുള്ള പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം. പക്ഷെ ഇവര് ഓൾറെഡി സ്നേഹമുള്ളവരായാലും പെട്ടെന്ന് അവരുടെ മൈൻഡ് തെറ്റും. അത് ചിലപ്പോൾ ഈച്ചശല്യം കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ വെയിലിന്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇവർക്ക് നമ്മളോട് പറഞ്ഞു തരാനുള്ള കഴിവ് ഇവർക്കില്ല. അപ്പൊ ഏതെങ്കിലും രീതിയിൽ പോത്ത് വയലന്റ് ആയിട്ട് കണ്ട പിള്ളേരോ സ്ത്രീകളോ അല്ലെങ്കിൽ പോത്തിനെ മെരുക്കാൻ കഴിയാത്ത ആരും പോത്തിന്റെ അടുത്തേക്ക് പോയിട്ട് അഭ്യാസം കാണിക്കാതിരിക്കുക. കാരണം നമ്മൾ വളർത്തുന്ന പോത്തായാലും അത് ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് കാണിച്ചാൽ നമ്മൾ ഓടിച്ചാടി അങ്ങോട്ട് ചെല്ലുന്നിട്ട് അതിൻ്റെ കുത്തോ കുളമ്പോ മേടിച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റൽ ചെലവൊക്കെ ആയിട്ട് ഡബിൾ ചെലവാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും ഒക്കെ നമ്മളുടെ ചാനലിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെ സ്നേഹ സഹകരണങ്ങൾ ഇതുവരെ കിട്ടിയതുപോലെ തന്നെ തുടർന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് നിർത്താം. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഉത്സാഹത്തോടെ കാണാം. നല്ല നമസ്കാരം.